അങ്ങനെ ഇരുന്നപ്പോഴേ എനിക്കൊരാഗ്രഹം ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തൊന്ന് പോയാലോ എന്ന് എനിക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇല്ല. പക്ഷേ ഈ ഒരു ഫുഡ് കഴിക്കാൻ പോക്കിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടും ഒക്കെ അല്ലേ പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അങ്ങനെ നേരെ വെച്ച് പിടിപ്പിച്ചു നമ്മുടെ പോളേട്ടൻ്റെ കടയിൽ. പോൾസിലേ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഇടയ്ക്ക് ഈ പ്രതിഭാസം ഒരിടയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ ഇരിക്കുമ്പം തന്നെ പോയി ഫുഡ് കഴിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ആവണമെന്നില്ലല്ലേ. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിക്കുന്നതല്ലേ ഒരു രസം, അത് വേറൊരു രസം. പക്ഷെ നമ്മൾ അവരാരും ഇല്ലാതെ തന്നെ പോയി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. നമ്മൾ മാത്രം, നമുക്ക് വേണ്ടി മാത്രമായിട്ടൊരു ദിവസം തന്നെ ഫുഡൊക്കെ കഴിച്ച്, തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്, തന്നെ എല്ലാ കാര്യങ്ങളും അല്ലെ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ദിവസം ആ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് രസമായിരിക്കുകയല്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടാൻ ഒരു വഴിയില്ല. പക്ഷെ എന്തോ എനിക്കിങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുന്നവരാ. നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ഒക്കെ വല്ലപ്പോഴും ജീവിക്കണ്ടേ. അതിൻ്റെ ഭാഗമാണെന്ന് കൂട്ടിയാച്ചാൽ മതി കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് ഞാൻ എന്ത് കണ്ണിച്ചോരയില്ലാത്തൊരു സ്ത്രീയാ, എന്നാലും ആ കൊച്ചിനെയും കെട്ടിയനെയൊക്കെ ഇട്ടിട്ട് തന്നെ എങ്ങനെ പോയി കഴിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണരുത്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് രജിസ്റ്റർ ആവാൻ കുറച്ച് പാടാ. നിങ്ങൾക്ക് തോന്നും ഞാനൊരു സെൽഫിഷാണ്. ഞാൻ സെൽഫിഷേ അല്ല. എന്നെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ തന്നെ ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പിന്നെ നമ്മുടെ സന്തോഷങ്ങളും ഇതുപോലെ വല്ലപ്പോഴും നമ്മൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ നമ്മുടെ കെട്ടിയവരും മക്കളൊക്കെ ഓഫീസിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വരുന്നത് നോക്കി അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അവർ കഴിക്കുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നേ. എന്ന് കരുതി അങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വല്ലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ഒക്കെ ജീവിക്കണ്ടേ. എൻ്റെ ഫാമിലിയും എൻ്റെ കൊച്ചും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എപ്പോഴും എൻ്റെ പ്രയോറിറ്റി ആണെങ്കിലും വല്ലപ്പോഴും ഇതൊക്കെയും എൻ്റെ പ്രയോറിറ്റി പെടുന്നത് തന്നെ കേട്ടോ. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.